വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ അപകടം. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന പ്രസിഡന്റ്, വിദേശകാര്യമന്ത്രി തുടങ്ങിയവരെ കുറിച്ച് വിവരങ്ങളില്ല. ഇറാൻ അസർബൈജാൻ അതിർത്തിയിലാണ് അപകടം. മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് തടസ്സമാകുന്നതായി ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ബി കെ സുഹൈലും എം സി നാസറും കൂടുതൽ വിവരങ്ങൾ നൽകും. ആദ്യം ബി കെ സുഹൈലിലേക്കാണ്. സുഹൈൽ, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എവിടെയാണ് അപകടമുണ്ടായത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? അനീഷ, അസർബൈജാനിൽ നിന്നും ഇറാനിലേക്ക് വരുന്നതിനിടെയാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽ പെടുന്നത്. അസർബൈജാനിൽ അവിടെയുള്ള ഒരു ഡാം ഉദ്ഘാടന ചടങ്ങായിരുന്നു ഏറ്റവും അവസാനമായി നടന്നത്. അസർബൈജാന്റെ പ്രസിഡന്റും അതേപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയും ഒരുമിച്ച് അത്തരം ഒരു ചടങ്ങിലുണ്ടായിരുന്നു. അവിടെ നിന്നും ഇവിടേക്ക് സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. കനത്ത മഴയും മൂടൽ മഞ്ഞുമാണ് അപകടത്തിനുള്ള കാരണം എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്നും ഏകദേശം 600 കിലോമീറ്റർ ദൂരെയാണ് ഈ ജോൽഫ എന്ന് പറയുന്ന സ്ഥലം. ജോൽഫ എന്ന് പറയുന്നത് ഇറാനിലെ ഏറ്റവും പ്രസിദ്ധമായ നഗരമായ തബ്രീസിനോട് ഏകദേശം 70 കിലോമീറ്ററിൻ്റെയും 100 കിലോമീറ്ററിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇനി അറിയാനുള്ളത്, ഇത് ഈ വിമാനം അപകടത്തിൽപ്പെടും എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇടിച്ച് താഴോട്ട് ഇറക്കുകയായിരുന്നു, അതല്ല മറിച്ച് ഈ വിമാനം അപകടം സംഭവിച്ച് താഴോട്ട് പതിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയം വരെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തരമന്ത്രിയും അതേപോലെ തന്നെ വിവിധ വാർത്താ ഏജൻസികളും പറയുന്നത് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു 40 അംഗ പ്രത്യേക റെസ്ക്യൂ ടീമിനെ തന്നെ ഇതിനുവേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൃത്യമായി ഈ ആളുകളിലേക്ക് എത്താനുള്ള ദൗത്യവും സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിശക്തമായ മഴ, മൂടൽമഞ്ഞ്, വെറും 5 മീറ്റർ മാത്രമേ പലയിടങ്ങളിലും നേരിട്ട് കാണാൻ പറ്റൂ എന്നുള്ള സ്ഥിതിയിലേക്ക് അത്രയും വലിയ മൂടൽമഞ്ഞാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇബ്രാഹിം റയീസി ഉള്ള സ്ഥലത്തേക്ക് റെസ്ക്യൂ ടീമിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു വിവരവും അവിടെ നിന്നും പുറത്തു വരുന്നില്ല. 3 ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ 3 ഹെലികോപ്റ്ററിൽ ഏതാണ് കൃത്യമായ ഒരു അപകടത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഇബ്രാഹിം റയീസി ഉള്ളത് തന്നെയാണോ? ഉള്ളതാണെങ്കിൽ തന്നെ പൂർണ്ണമായും ആ ഹെലികോപ്റ്റർ തകർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതേപോലെ തന്നെ ഈസ്റ്റ് അസർബൈജാന്റെ ഗവർണറും അതോടൊപ്പം തന്നെ ആയത്തുള്ള അലി ഖാംനായിയുടെ ഒരു പ്രതിനിധിയും, ഇങ്ങനെ 4 പേരാണ് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇബ്രാഹിം റയീസി നോക്കുക, ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇബ്രാഹിം റയീസി. ആയത്തുള്ള അലി ഖാംനായി ഇപ്പോഴുള്ള സുപ്രീം ലീഡർ, അദ്ദേഹം കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത സുപ്രീം ലീഡറായി ആയത്തുള്ള അലി ഖാംനായിയുടെ സ്ഥാനത്തേക്ക് വരെ പേര് കേട്ടിരുന്ന ഒരു നേതാവാണ് ഇബ്രാഹിം റയീസി. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഏറ്റവും സുപ്രീം ലീഡർ എന്ന് തന്നെ നമുക്ക് ആയത്തുള്ള അലി ഖാംനായിക്ക് ശേഷം പറയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റയീസിക്കായുള്ള പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമാണ് ഇറാനിലെങ്ങും. വിവിധ വാർത്താ ഏജൻസികൾ ഇബ്രാഹിം റയീസിക്കായി പ്രാർത്ഥന നടത്തണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യം, അടുത്ത വൈസ് പ്രസിഡന്റ് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്, ഈ തബ്രീസ് മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം റയീസിക്ക് ശേഷം അടുത്ത വൈസ് പ്രസിഡന്റ് ആയിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് ഉണ്ടാവുക. അത്രയും ആ തരത്തിലുള്ള വാർത്തകളും വരുന്നു. പക്ഷേ പ്രാർത്ഥനകൾ തുടരുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുള്ള സമയം നമുക്ക് അവശേഷിക്കുകയാണ്. ഏതായിരുന്നാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് ഫലസ്തീനുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഇസ്രായേൽ വിവിധങ്ങളായിട്ടുള്ള ഇറാന്റെ നേതാക്കളെ വധിച്ചിട്ടുള്ളത് കാരണത്താൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത തരത്തിലുമെല്ലാം ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. കാസിം സുലൈമാനി മുതൽ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ നിരവധിയായി ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേലും അതേപോലെ തന്നെ ഇറാനും അമേരിക്കയുമെല്ലാം വളരെ രൂപത്തിലുള്ള വൻ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയായതിനാൽ ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ മൂടൽ മഞ്ഞും മഴയും മാത്രമാണോ ഈ അപകടത്തിന് കാരണം? ഈ അപകടം സംഭവിച്ചതുകൊണ്ട് ഈ ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർന്നിട്ടുണ്ടോ? അതല്ല, ഈ പ്രതികൂല കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയാണോ ഉണ്ടായത് എന്നതെല്ലാം കാര്യത്തിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ എന്താണ് ഇതിനു പിന്നിലെ ദുരൂഹതകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.
കാരണം അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്, വാർത്ത പുറത്തു വന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. അതിനിടെ ഇറാൻ സൈന്യത്തോട് തയ്യാറാകണമെന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. അത്തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ? ഇറാന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇപ്പോൾ പറയുന്നത് അത്തരമൊരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇത് ഈ ജോൽഫ മേഖലയിലാണ് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്നു. അതിനപ്പുറമായി ഈ റെസ്ക്യൂ നടക്കുന്നുണ്ട്, സുരക്ഷാ സംവിധാനങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ തിരച്ചിൽ തുടരുന്നുണ്ട് എന്നതിനപ്പുറമായി മറ്റൊരു വിവരങ്ങളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായ കാര്യം. ഇത് ഒരു അടിയന്തര ലാൻഡിംഗ് ആയിരുന്നു, അതല്ല അപകടമായിരുന്നു, ഒരു ക്രാഷ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിട്ടുള്ള വാർത്ത, അവിടുത്തെ സൈനിക മേധാവി ചീഫ് ഓഫ് സ്റ്റാഫ് സൈനികരോട് എല്ലാവരോടും ഒരുങ്ങാൻ വേണ്ടി സജ്ജമായി ഇരിക്കാൻ വേണ്ടി പറയുന്നു. സ്വാഭാവികമായും ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സൈന്യത്തോട് ഒരുങ്ങി നിൽക്കാൻ പറയും. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ആ സൈനിക സജ്ജീകരണത്തിന് അർത്ഥമുണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ, അതേപോലെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഏറ്റവും മൂർധന്യതയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയായതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്നുള്ള ചർച്ചകൾ സജീവമായതുകൊണ്ട് കൂടിയാവാം ആ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇനിയുള്ള നിമിഷങ്ങൾ അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളവും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. സ്വാഭാവികമായ ഒരു അപകടമാണ് ഇത് എങ്കിൽ പോലും ഇറാനിനുള്ളിൽ അത് വലിയ രാഷ്ട്രീയ ഭൂമി കുലുക്കത്തിന് സാധ്യതയുള്ള കാരണങ്ങളാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അത് ഏറ്റവും പ്രധാനം. ഇപ്പോഴുള്ള ആയത്തുള്ള അലി ഖാംനായി സുപ്രീം ലീഡർ, മതകാര്യ മേധാവിക്ക് ശേഷം അടുത്തതായി പരിഗണിക്കപ്പെടുന്ന വ്യക്തിയാണ് ഈ ഇബ്രാഹിം റയീസി എന്ന് പറയുന്നത്. അത്രയും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. അമേരിക്കയുമായുള്ള ബന്ധങ്ങളിൽ ഒരു ഭാഗത്ത് സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും മറുഭാഗത്ത് ശക്തമായ തന്നെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ഈ ഹെലികോപ്റ്ററിലുള്ള മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും അതേപോലെ തന്നെ ഇബ്രാഹിം റയീസിയുമായിരുന്നു നേരത്തെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയെ ഇറാനിലേക്ക് സ്വീകരിച്ചിരുത്തുന്നത്. അതേപോലെ തന്നെ ഖത്തറിലേക്ക് നേരിട്ട് പോയി ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ രണ്ട് വ്യക്തികളുമാണ് ഹമാസിന് എല്ലാവിധ രാഷ്ട്രീയ പിന്തുണയും സൈനികമായുള്ള സജ്ജീകരണങ്ങളും ഗസയിൽ ഒരുക്കി കൊടുക്കുന്നത് എന്നെല്ലാമുള്ള ആരോപണങ്ങൾ ഇസ്രായേൽ ഉയർത്തിയിരുന്നു. ആ തരത്തിൽ